ഈ ദൗത്യം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് ആന അതിനകത്ത് എത്തിയിരിക്കുന്നതിൻ്റെ ഉറക്കം അതിൻ്റെ മയക്കം പൂർണ്ണമായും മാറിയിട്ടില്ല. അത് ഏതാണ്ട് ചെറിയ രീതിയിൽ ഉണർത്തി നിർത്തുക എന്ന രീതിയിൽ മാത്രമാണ് വെള്ളമൊഴിക്കുകയും മറ്റു കാര്യങ്ങളും കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു അർദ്ധബോധാവസ്ഥയിൽ തന്നെ അതിനെ കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ അതിനകത്തേക്ക് ആനകൾ കുങ്കിയാനകളുടെ ഒരു വലിയ ശ്രമം ഉണ്ട്. അതിനകത്തേക്ക് പൂർണ്ണമായും അതിന് അകത്തേക്ക് കയറ്റി നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് ലോറിക്ക് പിൻഭാഗത്ത് ഏതാണ്ട് നിർത്തുകയാണെങ്കിലും അതിനകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതോടെ ഈ ദൗത്യത്തിൻ്റെ ഈ ഘട്ടം അത് പൂർത്തിയാകുന്നു എന്നതാണ്. കുങ്കിയ ആനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് ലോറി ആംബുലൻസിലേക്ക് അതിൻ്റെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇനി വൈകാതെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നതാണ്. ഇതിനകത്തേക്ക് ആനകളെ കയറ്റിയിരിക്കുന്നു. കൊന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രവും അടങ്ങുന്ന സംഘം, കുങ്കി ആനകളുടെ സംഘം അവരുടെ ദൗത്യം ഒരു തവണ കൂടി വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നതാണ്. ഇപ്പോൾ ആനകളെ അതിനകത്തേക്ക് ആനകൾ ഉപയോഗിച്ച് അതിനകത്തേക്ക് തള്ളി നിർത്തുകയാണ്. പൂർണ്ണമായും അതിന് ഈ വാഹനത്തിനകത്തേക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് അത് കയറിയിട്ടില്ല എന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി ആനകൾ വീണ്ടും അത് തള്ളി അകത്തേക്ക് അതിനെ കയറ്റി നിർത്തുന്നുണ്ട്. കാരണം അതിന്റെ വാഹനത്തിന്റെ പിൻഭാഗമെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് അത് ബന്ധിപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനെ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ദൗത്യം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. ഈ ഘട്ടം, ഈ വനമേഖലയിൽ നിന്നുള്ള ഈ ഘട്ടം അത് പൂർണ്ണമായും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി വെല്ലുവിളികളില്ല. ഇനിയിപ്പോൾ അവിടെ കോടനാടേക്ക് എത്തിക്കുക, ആനക്കൂട്ടിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇനി മറ്റു ദുഷ്കരമായ മറ്റ് വെല്ലുവിളികൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. കാരണം ഇത് കോടനാടേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇറക്കുകയും മറ്റും ചെയ്യുക എന്നത് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തുകൂടിയുള്ള വനപാതയിലൂടെ വാഹനം മുന്നോട്ട് പോകും. ഏതായാലും വളരെ സങ്കീർണമായ അതിൻ്റെ ഒരു പല ഘട്ടങ്ങൾ, അതിൽ ഏറ്റവും നിർണായകം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ്. അത് വിജയകരമായി പൂർത്തിയാക്കുന്നതിനടക്കം സാധ്യമായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ കുങ്കി ആനകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് വാഹനത്തിൻ്റെ സജ്ജീകരിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് പൂർണ്ണമായും അതിനെ തള്ളി ഒതുക്കി നിർത്തുക അത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ വാഹനത്തിന്റെ പിൻഭാഗം അത് ലോക്ക് ചെയ്യണം. അതിനുശേഷം സെക്യൂരിറ്റി വാഹനങ്ങൾ അകമ്പടിയോടെ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു, ഈ ദൗത്യം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്ന DFO ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ തുടങ്ങിയവരുടെ വലിയ പരിശ്രമം, ഇതിനൊപ്പം നിന്ന ഏതാണ്ട് 120 അംഗ സ്ക്വാഡ്, ഇവരെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന് പിറകിൽ തന്നെയാണ്. കുറേ മണിക്കൂറുകളായി പൂർണ്ണമായും ഇതിനൊപ്പം തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഇന്നലെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചു. ഇതിനുശേഷം ഇന്ന് വളരെ പുലർച്ചെ തന്നെ ഇവരുടെ സംഘം സജ്ജമാകുകയും എല്ലാം തന്നെ ചെയ്തു. അതിൻ്റെ ഒരു ഫലം അത് പൂർണ്ണമായിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഒരു ഫലം പൂർണ്ണമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മലയാറ്റൂര് കോടനാട് ഉള്ള അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്നത്. വലിയ വെല്ലുവിളികളില്ലാതെ തന്നെ ഈ ഒരു ഘട്ടം അവർക്ക് താരതമ്യേന വലിയ വെല്ലുവിളികളില്ല. കാരണം ഇത് മയക്കുവെടി വെക്കുമ്പോൾ കാണിക്കുന്ന പരാക്രമങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധങ്ങളൊക്കെയാണ് വലിയ വിഷയങ്ങളാകുന്നത്. അതിനെയാണ് പിന്നീട് നേരിടേണ്ടി വരിക. പക്ഷേ ഇത്തവണ മറ്റൊരു രൂപത്തിലായിരുന്നു അതുണ്ടായത്. അത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കാട്ടുകൊമ്പൻ ഒപ്പമുണ്ടായിരുന്നു. അതിനെ താങ്ങി നിർത്തുക, ഒപ്പം നിർത്തുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ അത് ഒരു കാര്യമായ വിഷയങ്ങൾ ഉണ്ടാക്കാതെ തന്നെ അതിനെ മറികടക്കുവാൻ, പ്രതിരോധിക്കുവാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. അവരൊരു പരിചയസമ്പന്നത തന്നെയാണ് അവിടെ പ്രകടമായത്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ ഇതിനു വേണ്ടി സന്നദ്ധരായിരുന്നു, ഇതിനുവേണ്ടി റോന്ത് ചുറ്റുകയായിരുന്നു. കൈകളിൽ റബ്ബർ ബുള്ളറ്റുള്ള തോക്കുമായിട്ട് അവരിവിടെ ചുറ്റിത്തിരികയായിരുന്നു. മൊത്തം ഇവിടെ കാവൽ നിൽക്കുന്നവർക്ക്
ഇന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും അത് തന്നെയായിരുന്നു. കാരണം മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല, കാട്ടാനകൾ കൂടുതൽ നിറഞ്ഞതും അതുമാത്രമല്ല ഈ കാട്ടാനകൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുള്ളതാണ്. കാരണം നമുക്കിവിടെ വന്നാൽ വഴി നീളെ പുലർച്ചെ വന്നാൽ ഈ അതിരപ്പള്ളി റോഡിലെല്ലാം, പ്ലാന്റേഷൻ റോഡിലെല്ലാം ഭൂരിപക്ഷ സമയത്ത് നമുക്ക് ഈ കാട്ടാനകളെ കാണാനായിട്ട് സാധിക്കും. ഇന്നാണെങ്കിൽ ഇതിന്റെ ഒരു വിഹാരമായിരുന്നു ഇന്ന് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവയെ നിയന്ത്രിച്ച് നല്ല തഴക്കവും പഴക്കവുമുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരെ പരിഭ്രാന്തരാക്കാതെ പിന്തിരിപ്പിക്കുക എന്നതും ഇതിൽ പ്രധാനമാണ്. അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യുക എന്നത് ആർക്കും ഒന്നും മുൻകൂട്ടി പ്രവചിക്കാനൊന്നും കഴിയുന്ന സാഹചര്യവുമല്ല. ഏതായാലും അത്തരം സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചു. പൂർണ്ണമായും ഒപ്പമുണ്ടായിരുന്ന മറ്റു കൊമ്പനെ നിയന്ത്രിക്കുവാനും ഇവിടെ നിന്ന് തുരത്തുവാനും സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ആനയെ, താഴേക്ക് വീണ ആനയെ അടുത്ത ഘട്ടത്തായി വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അതിനെ ഉണർത്തി നിർത്തുന്നതിനുമെല്ലാം തന്നെ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. ഇനിയിപ്പോൾ അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക, അത് കോടനാട്ടേക്കാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള അടുത്ത വഴി, ഈ ചെക്ക് പോസ്റ്റിന് മറുവശമുള്ള വഴിയിലൂടെയാണ് മലയാറ്റൂർ കോടനാട്ടേക്ക് കൊണ്ടുപോവുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം ആരംഭിച്ചു കഴിഞ്ഞതായാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റ് കുങ്കിയാനകൾ ഇപ്പോൾ ഈ വാഹനത്തിന് സമീപത്ത് നിന്ന് മാറിയിരിക്കുന്നു. ഇനി കുങ്കിയാനകളുടെ സഹായം അധികം ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ നേരെ മുന്നോട്ട് കൊണ്ടുപോകാനടക്കമുള്ള കാര്യങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. വൈകാതെ ഇവിടെ നിന്ന് മറ്റ് ഇടത്തേക്ക് കൊണ്ടുപോകാൻ തന്നെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈകാതെ ഇവിടെ നിന്ന് വാഹനം പുറപ്പെടും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് മലയാറ്റൂരിലേക്കുള്ള മറ്റൊരു പാത. സാധാരണ ഇവിടെ നിന്ന് ഏഴാറ്റുമുഖം വഴി പോകാം, പക്ഷേ ഇത് മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. പൂർണ്ണമായും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ആ വഴിയിലൂടെ അവർക്ക് പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ വിക്രവും അതോടൊപ്പം തന്നെ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും അടങ്ങുന്ന കുങ്കിയാനകളുടെ സംഘം പിൻവാങ്ങുന്നു. അവരവരുടെ ദൗത്യം പൂർണ്ണമായും തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനകത്തേക്ക് അതിരപ്പള്ളിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ആളുകളുടെ ഒരു തരത്തിൽ ആളുകളുടെ ഒരു വേദനയായിരുന്ന കൊമ്പൻ അതിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഈ ചികിത്സ അതിൽ വിജയം നേടുക, ചികിത്സയിൽ അത് ആരോഗ്യം പൂർണ്ണമായും അത് വീണ്ടെടുക്കുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. അതിനെ ചികിത്സിച്ച ശേഷം ഇനി കാട്ടിലേക്ക് തുറന്നു വിടുമോ, അങ്ങനെ മറ്റു കാര്യങ്ങൾ, അതോ നാട്ടാനയാക്കി മാറ്റുമോ എന്നതെല്ലാം തന്നെ വനം വകുപ്പിന്റെ അടക്കമുള്ളൊരു തീരുമാനങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും. ഏതാണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളിൽ ജീവിച്ച ഒരു ആനയാണ്. കാരണം ഈ ചുറ്റുപാടും ഈ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഈ ആനയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയും ഈ സാഹചര്യങ്ങളുമായിട്ടൊക്കെ വളരെ പൊരുത്തപ്പെട്ട വരുന്ന ഒരു ആന കൂടിയാണ്. അത്തരം കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ കണക്കിലെടുത്തേക്കും. ഏതായാലും ചികിത്സയ്ക്ക് കുറെ അധികം നാളുകൾ വേണ്ടിവരും എന്നാണ് ഡോക്ടർമാരുടെ സംഘം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുറിവ് ആഴത്തിലുള്ളതാണ്. അതുമാത്രവുമല്ല, അതിന് തുടർ ചികിത്സ മാത്രമല്ല, കൂടുതൽ വിദഗ്ധ ചികിത്സ വേണ്ടിവരും. കഴിഞ്ഞ തവണ അത് ഡോക്ടർമാരുടെ സംഘം പറഞ്ഞിരുന്നു. ഇതിന് തുടർ ചികിത്സ എന്നതിനപ്പുറം നല്ല രീതിയിലുള്ള ചികിത്സ നൽകണം. എങ്കിൽ മാത്രമേ അതിനൊരു ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്കുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുകയും വേണം. ഏതായാലും അത്തരം കാര്യങ്ങൾക്കുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു സംഘം സദാ അവിടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കോടനാട് മികച്ച ചികിത്സ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി അവിടെ പ്രത്യേക കൂട് എല്ലാം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് അരിക്കൊമ്പനെ അവിടേക്ക് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ ഒരു കൂട് നിർമ്മിച്ചിരുന്നു. എന്നാൽ ബലപരീക്ഷണം അത് നടത്തിയപ്പോൾ, അതിൻ്റെ ഒരു ബലപരിശോധന നടത്തിയപ്പോൾ അതിനത്ര കണ്ട ഉറപ്പില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പുതിയ കൂട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സത്യത്തിൽ ആ കൂട് നിർമ്മിച്ചതുകൊണ്ടാണ് അതിനൊരു താൽക്കാലികമായിട്ട് ഈ ദൗത്യം ഒരു ദിവസത്തേക്കെങ്കിലും വൈകിയത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്.